നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തന പദ്ധതികളുമായി കോൺഗ്രസ് നേതൃ ക്യാമ്പിന് സുൽത്താൻ ബത്തേരിയിൽ സമാപനമായിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDF-ന്റെ സംസ്ഥാന ജാഥ ഫെബ്രുവരിയിൽ നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രതിനിധികളുടെ സംഗമത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. തൊഴിലുറപ്പ് പദ്ധതി, ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധവും സംഘടിപ്പിക്കും. SIR വിഷയത്തിലുള്ള ഭവന സന്ദർശനങ്ങൾക്ക് ജനുവരി 17-ന് തുടക്കമാകും. നൂറിലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസിൽ തർക്കമുണ്ടെന്നത് CPM പ്രചാരണം മാത്രമാണ്. LDF-ലും NDA-യിലും ഉള്ള പല പാർട്ടികളും UDF-ലേക്ക് എത്തും. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിസ്മയമുണ്ടാകുമെന്നും VD സതീശൻ കോൺഗ്രസ് നേതൃ ക്യാമ്പിൽ പറഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയായിരിക്കും. ഒരു സംശയമുണ്ട്. 100 സീറ്റിലധികം നേടി UDF തിളക്കമാർന്ന വിജയത്തോടുകൂടി അധികാരത്തിലേക്ക് വരും. ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി നടന്ന നൂറുകണക്കിന് ആളുകൾ ഈ UDF-ന്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലുണ്ടാകും. ഉറപ്പാണ്. CPM പകർന്നതിന്റെ റേറ്റ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഭയങ്കരടി. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, കോൺഗ്രസിന് ഒരു ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. അത് ഞങ്ങളുടെ അഭിമാനമാണ്. നല്ല ലീഡർഷിപ്പ് ഉണ്ട് കോൺഗ്രസിന്. നിങ്ങൾ പ്രചരണം നടത്തിക്കോ. ഞങ്ങളൊരു ടീമായി, ഞങ്ങൾ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിന്ന് ഇതിനെല്ലാം ഞങ്ങൾ മറുപടി പറയും. ഒരു സംശയവും. ഒരു ചരിത്ര നിയോഗമാണ് ഈ ടീമിന്. KPCC ടീം ചരിത്ര നിയോഗം. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ 100-ലധികം സീറ്റോടുകൂടി UDF-നെ കേരളത്തിന്റെ അധികാരത്തിലേക്ക്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൽ അലയടിച്ചത്. സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്ത് കേവലം ഒരു വൺ ടൈം ജഡ്ജ്മെന്റ് അല്ല, അത് വളരെ കാൽക്കുലേറ്റഡ് ആണ്. കേരളത്തിലൊരു ഭരണമാറ്റം വേണം, ജനങ്ങളത് ആഗ്രഹിക്കുന്നു എന്നതിന്റെ പ്രകടമായിട്ടുള്ള സൂചനയാണ്, വ്യക്തമായിട്ടുള്ള വിധിയെഴുത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആവർത്തിച്ചുള്ള വിധിയെഴുത്ത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ജനങ്ങളുടെ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇഷ്യൂസ് ഒന്നും വന്നില്ല. ഞങ്ങൾ അതിന്റെ തുക ഉൾപ്പെടെ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള തുക വെച്ച് പത്രസമ്മേളനം നടത്തിയത് അറിയിച്ചതല്ലേ. അത് ഇനി അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് എടുക്കുമ്പോൾ അതിന്റെ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്ര പറഞ്ഞത് നന്നായി. എന്ത് ലിസ്റ്റ് വേണ്ട, ടെൻഷൻ വേണ്ട ചേട്ടാ. ഞാനൊന്ന് പറഞ്ഞു, ഇതൊന്ന് അതിലൊന്നും ഒരു ആശങ്ക വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്നും ഒരു ആശങ്ക വേണ്ട. അതിനകത്ത് ഭൂമി എടുക്കും, അവിടെ വീട് വെച്ച് കൊടുക്കും, ആർക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സംവിധാനമുണ്ട്. നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. മാത്രമല്ല, ഈ പറഞ്ഞല്ലോ, കർണാടക ഗവൺമെന്റ് ഇത്രയും വലിയ സഹായം നൽകിയിട്ട് അത് അവർ ഇതുവരെ പറയുന്നില്ല. ചെറിയ സഹായം. വീടിനുള്ള പൈസ എത്ര വീട് പുനർജനിയുടെ ഏത് ചാനലാണ്? കൈരളിയാണ്. ഞാൻ ചോദിക്കാം. അല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കൈരളിയിൽ എല്ലാ മാധ്യമങ്ങളും നമുക്ക് ഒരുപോലെയുണ്ട്. കൈരളി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനമാണ്. AK ആന്റണിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്, കൈരളി. അപ്പോ പുനർജനിയിലെ എത്ര ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്? പറവൂര് പോയി നോക്കൂ. തറക്കല്ലല്ല, അവിടെ താമസിക്കുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട്. ഓക്കെ, താങ്ക് യു. UDF ആണ്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, വാർത്താ സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. നേതൃ ക്യാമ്പ്, ലീഡേഴ്സ് സമ്മിറ്റ് അവസാനിക്കുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട്? പല വിഷയങ്ങളിലും നിരവധി പേർ NDA-യിൽ നിന്നും LDF-ൽ നിന്നുമൊക്കെ വരും എന്നുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു. ഒപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം, ശശി തരൂർ സജീവമായത്, അങ്ങനെ നിരവധി വിഷയങ്ങളോടെ അവസാനിക്കുന്നു ക്യാമ്പ്, അല്ലേ? ധന്യ, 100-ലധികം സീറ്റുകളുടെ അധികാരത്തിലെത്താൻ കഴിയുന്ന തരത്തിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബത്തേരിയിൽ നടന്ന കോൺഗ്രസിന്റെ ഇതിന്റെ ക്യാമ്പ് അവസാനിക്കുന്നത്. അതിൽ 2-3 പോയിന്റുകൾ ഊന്നി നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തത്. ഒന്ന്, വിജയ സാധ്യത കൃത്യമായി, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് പ്രവർത്തിച്ചത് എന്ന് വിലയിരുത്തിക്കൊണ്ട് അത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും, അതോടൊപ്പം തന്നെ കൂടുതൽ ആൾക്കാരെ, കൂടുതൽ മുന്നണികളെയും പാർട്ടികളെയും മാത്രമല്ല വ്യക്തികളെയും, ഇടതുപക്ഷ സഹകാരികളായ വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു
ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാക്കി UDF-നെ വികസിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരുന്ന ഒരു മുന്നണി എന്നൊരു പ്രതീതിയിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിനെതിരായ വിമർശനങ്ങൾ, സർക്കാർ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് എന്തായിരിക്കും ഇനി UDF അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ കഴിയുക എന്ന കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചുള്ള ഒരു പ്രജകൾക്കായിരിക്കും ഇനി UDF മുന്നോട്ട് നടപടികളിലേക്ക് പോവുക. ഈ ഫെബ്രുവരിയിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു യാത്ര, കേരള യാത്ര നടത്തുന്നുണ്ട്. അത് എന്ന് പറയുന്നത് ഭാവി കേരളത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പരിപാടി. ആ അർത്ഥത്തിലുള്ള ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ അത്തരം ഒരു ക്യാമ്പയിനിലേക്ക് ഒരു വശത്ത് പോകുന്നു. രണ്ട്, സംസ്ഥാന സർക്കാരിനെതിരായ വികാരങ്ങൾ കൃത്യമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമലയ്ക്ക് എത്രത്തോളം വോട്ടായി മാറി എന്നത് UDF തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ശബരിമല പ്രക്ഷോഭത്തിൽ കൂടുതൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ടാകാൻ തീരുമാനിച്ചിരിക്കുന്നു. നിയമസഭാ മാർച്ച് ഉൾപ്പെടെയുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകും. അതോടൊപ്പം തന്നെ തൊഴിൽ ഉറപ്പ് പദ്ധതി അട്ടിമറി ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായ വികാരം, BJP-ക്കെതിരായ വികാരം ഉയർത്താനുള്ള സംഭവങ്ങൾ പോകും. അതേസമയം തന്നെ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകമായി രൂപം നൽകിയിട്ടുണ്ട്. SIR നടക്കുന്ന കാലമാണ്. വളരെ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് SIR-ൽ നിന്ന് പുറത്തുപോയ ആൾക്കാരെ പരമാവധി തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ബൂത്ത് തലത്തിൽ തന്നെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വളരെ ഗൗരവത്തോടെ ആ വിഷയത്തെ കാണാൻ നിർദ്ദേശം നൽകുന്നു. അതോടൊപ്പം തന്നെ വോട്ട് വെരിഫിക്കേഷൻ, പുതിയ വോട്ടർമാരെ ചേർക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജയിച്ചു വന്ന മെമ്പർമാർക്ക്, പഞ്ചായത്ത് മെമ്പർമാർക്കും മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കും അതിനുള്ള ചുമതല നൽകിക്കൊണ്ട്, കാരണം അവർ നിലവിൽ തന്നെ അവർ തദ്ദേശ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്ന അവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് ചുമതല നൽകിക്കൊണ്ട് വോട്ടർമാർ വർദ്ധിപ്പിക്കാൻ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു വശത്ത് സംസ്ഥാന സർക്കാരിന് എതിരായ പ്രക്ഷോഭങ്ങൾ, മറുവശത്ത് എന്തായിരിക്കും UDF വന്നാൽ ചെയ്യാൻ കഴിയുക എന്ന രീതിയിലേക്ക് ഒരു വളരെ ക്രിയാത്മക സ്റ്റെപ്പിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേവശം തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും സീറ്റ് വിഭജന ചർച്ചകൾ ഒരു വശത്ത് സമാന്തരമായി നടക്കുകയും ചെയ്യും. ജനുവരി 15 മുമ്പ് തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ, ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമം നടത്തും. അതോടൊപ്പം തന്നെ ജനുവരി അവസാനത്തോടുകൂടി തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും പുറത്തിറക്കിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ നേരത്തെ ഫീൽഡിൽ ഇറക്കിക്കൊണ്ട് ആ വിഷയത്തിലുള്ള തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും പരമാവധി ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്ക് കുറച്ച് കൂടുതൽ സമയം അവരുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുക. അങ്ങനെ വളരെ നേരത്തെ തന്നെ ഒരു ഗിയറപ്പാവുക എന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഐക്യത്തിന്റെ ഒരു കാഹളം കൂടി, അതിന്റെ പല ദൃശ്യങ്ങൾ കൂടി വരുന്ന ഒരു